നമസ്കാരം സ്നേഹത്തുമ്പികളെ. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചപ്പോൾ കുറേ അധികം പ്രേക്ഷകർ വന്ന് ഒരുപാട് വാർത്തകൾ എന്നെ ഓർമ്മപ്പെടുത്തി. അവിടുത്തെയൊക്കെ അവസ്ഥ എന്താണ്, അവരൊക്കെ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ശീതളൊന്ന് അന്വേഷിച്ച് പറയണം, ഞങ്ങളൊക്കെ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന്. അപ്പോൾ എന്നെപ്പോലെ ഒരു ആകാംക്ഷ ചില വാർത്തകളിൽ നിങ്ങൾക്കുമുണ്ട് എന്ന് മനസ്സിലായി. മറ്റു ചിലർ പറയുന്നത് കേട്ടു, മുതലെടുക്കുകയാണ്, വിറ്റ് കാശാക്കാനാണെന്നൊക്കെ. അങ്ങനെയുള്ളവരോട് പ്രത്യേകിച്ച് മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിക്കുകയായിരുന്നു അഫാൻ്റെ കാര്യമേ. അഫാൻ്റെ ആ ഒരു വാർത്ത, വെഞ്ഞാറമൂട്ടിലെ നാടിനെ നടുക്കിയ, നമ്മളെല്ലാം നടുക്കിയ ആ ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത അറിഞ്ഞത് മുതൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അഫാനെതിരായിട്ട് ആ അച്ഛൻ്റെ കണ്ണുനീർ കണ്ടതിന് ശേഷം പിന്നെ അഫാൻ്റെ മാതാവിനെ സംബന്ധിച്ച്, ഈ കേസിനെ സംബന്ധിച്ച് അവസാനം അവൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത് വരെയുള്ള വാർത്തകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് കരുതിയത് അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം, പ്രധാനമായിട്ടും അവൻ്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയണം. അതിനുവേണ്ടി ഞാൻ അഫാൻ്റെ പിതാവിനെ കോണ്ടാക്ട് ചെയ്തു. ഹലോ, നമസ്കാരം. ഇത് റഹീമിക്കയുടെ നമ്പർ അല്ലേ? അതെ. അഫാന്റെ ഉമ്മയാണോ സംസാരിക്കുന്നത്? അതെ. എന്റെ പേര് ശീതൽ എന്നാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ശീതൽ എന്നാ എന്റെ പേര്. കഴിഞ്ഞ ദിവസം തൊട്ട് ആലോചിക്കായിരുന്നു, അഫാന്റെ പുതിയ വാർത്തകളും വിവരമൊന്നും കേട്ടില്ല. നിങ്ങളുടെ ഇപ്പൊ വെഞ്ഞാറമൂട്ടിലാണ്, എവിടെ താമസം? നമ്മളിന്ന് ചിതറയാണ്. വാടകയ്ക്കാണോ? വാടകയ്ക്ക്. 24 വീട് തന്നില്ലേ? ഇല്ല, അവരൊക്കെ നമ്മളൊക്കെ പറഞ്ഞു പറ്റിച്ചതാണ്, നമുക്ക് വീടൊന്നും തന്നില്ല. അതെന്താ അവരത് പിന്മാറിയത്? വലിയ വാർത്തയാക്കിയതായിരുന്നല്ലോ അവര്. വാർത്തയാക്കി അവർക്ക് അന്നേരത്തെ ഇതിനു വേണ്ടി അവനെ തള്ളി പറഞ്ഞ എല്ലാവർക്കും പൈസ കിട്ടുമായിരുന്നല്ലോ, അതിനു വേണ്ടി നമ്മളെ കൊണ്ട് തള്ളി പറയിപ്പിച്ച് അവർക്ക് പൈസ ഒപ്പിച്ച്. അതിനുശേഷം നിങ്ങളോട് എന്താ കാരണം പറഞ്ഞ വീട് തരാതിരിക്കാൻ? ഇപ്പൊ അവര് അവിടെ ആൾക്കാർക്ക് അമ്മക്ക് വീട് തരാൻ താല്പര്യമില്ലെന്നാണ് അവര് പറയണത്. അവരെ ഒരു മെയിൻ ആളുണ്ട്, അവർക്ക് താല്പര്യമില്ല നമുക്ക് വീട് തരാൻ. ഇനി അവിടെ നിങ്ങൾക്ക് പോവാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്ക് വീട് തരാന്നൊക്കെയാണ് പറഞ്ഞത്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ശീതൽ എന്നാണ്. എനിക്കൊരു ചാനലുണ്ട്, ജേർണലിസ്റ്റ് ആണ്. അപ്പോ ഈ വാർത്തകളായി നിൽക്കുന്ന സമയത്ത് എല്ലാവരും പുറകെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്തായിന്നൊന്നും ആരും അന്വേഷിക്കാറില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അഫാന്റെ കാര്യം കഴിഞ്ഞ ദിവസം ആലോചിച്ചു. അപ്പൊ നിങ്ങൾക്ക് വീടായോ? നിങ്ങളിപ്പോ വെഞ്ഞാറമൂടുണ്ട്, 24 വീട് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വന്നത്? ഇല്ല, അവര് വീടൊന്നും തരാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്, ആ ട്രസ്റ്റിന്റെ ബാക്കി അംഗങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അവരോട് ആവശ്യപ്പെട്ടതല്ല, അവരിങ്ങോട്ട് കണ്ടു ലൈവായിട്ടായിരുന്നല്ലോ. തന്നെ. അപ്പൊ അദ്ദേഹം ശ്രീണൻ നായരാണ് പറഞ്ഞത്. ഞാൻ അവസാനം ശ്രീണൻ നായരെ വിളിച്ച് സംസാരിച്ചപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് തരാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു ചിതറിൽ ഒരു വാടകയ്ക്ക് കണ്ട ഒരു ഫ്ലാറ്റിന്റെ ഒരു റൂമിലാണ് ഞങ്ങൾ കഴിയുന്നത്. അവര് തരാമെന്ന് ജീവിക്കുന്ന ഞങ്ങൾ ചെറിയൊരു കടവുണ്ട്, ആ കടയിൽ നിന്നാണ് ജീവിക്കുന്നത്. എന്റെ ആഗ്രഹം ലോകം അറിയണമെന്നുള്ളതാണ്. അറിയണം, കാര്യം അവർ പറഞ്ഞതാണ് ഇതുപോലെ. എന്റെ ജമാഅത്ത് പള്ളിയില്ലേ, ജമാഅത്ത് കമ്മിറ്റിക്കാരെ അവർ വഞ്ചിച്ചത്, ജനങ്ങളെ വഞ്ചിച്ചത്. ജനങ്ങൾ ജമാഅത്ത് കമ്മിറ്റി ജനങ്ങളെ കയ്യിൽ നിന്നും പൈസകൾ പിരിച്ചിട്ട് അവരാണ് എനിക്ക് എത്രയും പെട്ടെന്ന് വസ്തു വാങ്ങിച്ചു തന്നാൽ അദ്ദേഹം ഈ മാസം, അടുത്ത മാസം തന്നെ വീടിന്റെ പണി തുടങ്ങുമെന്നാണ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതൊക്കെ ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അന്ന് കണ്ടതാണ് നമ്മള്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ജമാഅത്ത് കമ്മിറ്റിയും ജനങ്ങളെ അവർ വഞ്ചിച്ചേക്കുന്നത്. എന്റെ കാര്യം പോട്ടെ, എനിക്ക് വിഷയം തന്നില്ലെന്നും പറഞ്ഞ് എനിക്കിനിപ്പോ സമ്പാദിക്കാൻ, എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ സമ്പാദിച്ചു കൂട്ടാനൊന്നും. എനിക്ക് കിടക്കാൻ തൽക്കാലം ഒരു ചെറിയ റൂം ഉണ്ടല്ലോ ഞങ്ങൾ കഴിയുന്നത്. അപ്പൊ ആ സ്ഥലം അവിടെ വാങ്ങിച്ചിട്ടുണ്ടോ? ആ സ്ഥലം അവര് ജമാഅത്ത് കമ്മിറ്റി വാങ്ങിക്കുന്ന സ്ഥലം 7 സെന്റ് സ്ഥലം അവര് പ്രതി പിടിച്ച് വാങ്ങിപ്പിച്ച് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസകൾ പിരിച്ചിട്ട് അവർ ജമാഅത്ത് കമ്മിറ്റി എനിക്ക് വാങ്ങിച്ചത് 7 സെന്റ് സ്ഥലം അവിടെ കിടപ്പുണ്ട്. ആ സ്ഥലത്താണ് ഇവര് വീട് വെച്ച് തരാന്ന് പറഞ്ഞത്. വർഷം ഏകദേശം ഒന്നാവാൻ പോകുന്നത് ഫെബ്രുവരി ആകുമ്പോൾ വർഷം ഏകദേശം 9 മാസമായി. ഫെബ്രുവരിയിൽ 1 വർഷമാവും അല്ലേ? ഫെബ്രുവരി 1 വർഷമാവും. മറ്റേ വെഞ്ഞാറമൂട്ടിലെ സ്ഥലമൊക്കെ അതൊക്കെ വിറ്റു? ആ സ്ഥലം ഇല്ല, അതുപോലെ കിടക്കുകയാണ്. അത് കാലം കയറി അങ്ങനെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം നിങ്ങളെ കൊണ്ട് വീട് വെച്ച് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ലോണെങ്കിലും അടച്ചു തീർക്കാൻ പറ്റിയ ആ പൈസ അങ്ങനെയെങ്കിലും ഒരു ഉപകാരങ്ങൾ ചെയ്ത്. അപ്പൊ ഈ വിഷയം, ഈ വാർത്ത ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവർക്കൊക്കെ പിന്നാലെ ആയിരിക്കും. അഫാന്റെ കേസ് മാത്രമല്ല, പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അവരുടെ ഒരു വാക്ക് വായിൽ നിന്ന് കിട്ടാൻ വേണ്ടി പുറകെ നടക്കും, അതൊരു വലിയ വീഡിയോ ആക്കും, അതിനുശേഷം കുറെ പൈസ ഉണ്ടാക്കും, പിന്നെ അത് വിട്ടു, ആ സീസൺ കഴിഞ്ഞു. അങ്ങനെ ഒരു പറഞ്ഞു പറ്റിക്കലാണ്, വലിയൊരു നീതികേടാണ് 24-ന്റെ ശ്രീകണ്ഠൻ നായർ ഇവരോട് ചെയ്തത്.
വീട് കൊടുക്കാമെന്ന് പെട്ടെന്നൊരു ആവേശത്തിൽ ലൈവായിട്ട് ആശുപത്രിയിൽ ചെന്ന് അഫ്വാന്റെ മാതാവിന് ഉറപ്പ് നൽകിയ ആളാണ് ശ്രീകണ്ഠൻ നായർ. നമ്മളൊക്കെ അത് ലൈവായിട്ട് കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഇന്നിപ്പോൾ 9 മാസമായി, ഇതുവരെയും അവർക്ക് വീട് കൊടുത്തില്ല. വീട് കൊടുക്കാൻ പറ്റില്ല എന്നവരോട് തീർത്ത് പറയുകയും ചെയ്തു. നമ്മൾ ഈ അഫ്വാനെ നമുക്ക് 1% പോലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മനസാക്ഷിയുടെ കോടതിയിൽ എന്നേ അവനെ നമ്മൾ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ ഒരു തെറ്റും ചെയ്യാത്തവരാണെന്നും അഫ്വാനെ സംബന്ധിച്ചും നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ടെന്നും ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചു. അത് വെളിപ്പെടുത്തിയ വ്യക്തിയുടെ പേര്, യാതൊരുവിധ ഐഡന്റിറ്റിയും എനിക്ക് വെളിപ്പെടുത്താനാകില്ല, പറയാൻ പറ്റില്ല. അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ആണാണോ പെണ്ണാണോ എന്നും ഞാൻ പറയുന്നില്ല, ആ വ്യക്തി അഫ്വാനെ ജയിലിൽ ചെന്ന് കണ്ടു, ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കാണാറുണ്ട്. അപ്പോൾ ആ വ്യക്തി പറയുന്ന പ്രകാരം 84 കിലോ ഉണ്ടായിരുന്ന അഫ്വാൻ ഇപ്പോൾ 50 കിലോയായി. അവൻ ആഹാരമൊന്നും കഴിക്കുന്നേയില്ല. രാവിലെ ഒരു നേരം കുറച്ച് ഉപ്പുമാവോ മറ്റോ കഴിക്കും. അവന് നിലവിൽ അവിടുത്തെ ജയിലിലെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള പണം കൊടുത്ത് വാങ്ങി കഴിക്കാനുള്ള സൗകര്യമുണ്ട്. കാരണം വിചാരണയൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. വിചാരണ നടക്കാതിരിക്കാൻ കാരണം 9 മാസമായെങ്കിലും അവൻ്റെ മാനസിക നില നല്ല രീതിയിലല്ല ഇപ്പോഴും ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്തമായി ചിന്തിക്കും, ഉറക്കെ അലറിക്കരയും, ആരെങ്കിലും സന്ദർശിക്കാൻ ചെന്നാലും വാവിട്ട് നിലവിളിക്കുകയാണ്. ഈ 5-6 പേരെ നിഷ്കരുണം ഒറ്റയടിക്ക് അവൻ കൊലപ്പെടുത്തിയെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന 2 മുഖങ്ങൾ, അവൻ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച, വളർത്തിയ അനുജൻ്റെയും അവൻ ജീവന് തുല്യം സ്നേഹിച്ച അവൻ്റെ കാമുകിയുടെയുമാണ്. അവരെ പറ്റിയുള്ള ചിന്തകൾ കൊണ്ട് അവൻ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ ജയിലിൽ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഈ വ്യക്തിയോട് അവൻ പറയുന്നത് അത്രയും, അവൻ ഇനിയും പഠിക്കണം, 23 വയസ്സേ ആയിട്ടുള്ളൂ, തുടർന്ന് പഠിക്കണം. അഫ്വാൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ഈ വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് BCom സെക്കൻഡ് ഇയർ വരെ പഠിച്ചു. അപ്പോഴേക്കും വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായി. അവൻ്റെ വാപ്പ അവന് 16 വയസ്സുള്ള സമയത്തൊക്കെയാണ് ഗൾഫിലേക്ക് പോകുന്നത്. പിന്നീട് വീട്ടിലെ സകല കാര്യങ്ങളും ഒരു മുതിർന്ന ആളെപ്പോലെ നോക്കിയിരുന്നത് അഫ്വാനാണത്രേ. അവൻ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനും മീൻ കച്ചവടത്തിനും വരെ പോയിട്ടുണ്ട്. അപ്പോൾ BCom സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഉമ്മായിക്ക് അസുഖമായി. 10-25 ലക്ഷം ലോൺ, അതിൻ്റെ പലിശ, അങ്ങനെ കടബാധ്യതകൾ കൂടി. അങ്ങനെ അവൻ പഠിത്തം അവിടെ വെച്ച് നിർത്തുകയായിരുന്നു. ഇപ്പോൾ ജയിലിൽ കിടന്ന ഈ ഒരു 9 മാസത്തിനിടയ്ക്ക് അവനിലുണ്ടായ ഏക ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത, പ്രതീക്ഷ കൊടുക്കുന്ന ചിന്ത അവന് പഠിക്കണം എന്നതാണ്. എന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം, എൻ്റെ പഠനം തുടരണം എന്ന് അവൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫർസാന, അവൻ കൊലപ്പെടുത്തിയ അവൻ്റെ പ്രിയപ്പെട്ട കാമുകി, അവളുടെ വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ധനസഹായം ചെയ്യണം. സ്വന്തം വീട് ഇതുവരെ വിൽപ്പനയായിട്ടില്ല, അത് കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണെന്നാണ് അഫ്വാൻ്റെ പിതാവ് പറഞ്ഞ പ്രകാരം അറിയുന്നത്. അപ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തുക കൊടുത്ത് ആ കുടുംബത്തെ സഹായിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ നീ എന്തിനിത് ചെയ്തു എന്നുള്ള ചോദ്യം അവനോട് ചോദിക്കുമ്പോൾ അവൻ്റെ മാനസികാവസ്ഥ വേറൊരു തരത്തിലേക്ക് പോവുകയാണ്, ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ ചോദിച്ച് വഷളാക്കേണ്ടെന്ന് കരുതി അവനോടിപ്പോൾ അതും ചോദിക്കാറില്ല. നമ്മൾ കേട്ടറിഞ്ഞ പ്രകാരം ഈ അവനെക്കുറിച്ച് ഞാൻ അവസാനമായിട്ട് അഫ്വാനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും പറഞ്ഞു, ഓരോ നിമിഷവും കുറ്റബോധത്താൽ നീറണം അവനെന്ന്. അതുപോലെ തന്നെയാണ് അവൻ്റെ അവിടുത്തെ ജീവിതം. ഒരുമാതിരിപ്പെട്ട ദുഷ്ടന്മാരൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അവർ ചെയ്ത ആ തെറ്റിനെക്കുറിച്ച് ഒരു പക്ഷേ അവർ ചിന്തിക്കാറില്ല. പക്ഷേ അവൻ ഓരോ നിമിഷവും അതിലാണ് ഉരുകി കഴിയുന്നത്. അതുപോലെ തന്നെ ആത്മഹത്യക്ക് പലതവണ ഇതിനോടകം അവൻ ശ്രമിച്ചു എന്നുള്ള ഒരു വിവരം കൂടി കിട്ടി. നമ്മളാകെ അറിഞ്ഞത് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആ ഒരു കേസ് മാത്രമാണ്, കെട്ടിത്തൂങ്ങി മരിക്കാനൊരുങ്ങിയത്. അത് മാത്രമല്ല, കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ആ വിലങ്ങ് ഉപയോഗിച്ച് ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചു. പിന്നീട് ആശുപത്രിയിൽ പോകുന്ന വഴി ആംബുലൻസിൽ നിന്ന് ചാടി മരിക്കാൻ തുനിഞ്ഞു. ഇവരെയൊക്കെ കൊലപ്പെടുത്തിയ ശേഷം എലിവിഷം കഴിച്ച് സ്വന്തം ജീവൻ എടുക്കാനും അവൻ ശ്രമിച്ചതാണ്. അപ്പോൾ തുടർച്ചയായിട്ടൊരു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വക്കീലിന് ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. ആ പിതാവിൻ്റെ മാനസികാവസ്ഥ അത് ഇതുവരെയും ശരിയായിട്ടില്ല. അദ്ദേഹത്തിന് അവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ഒരു ലെവലിലേക്ക് മനസ്സ് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജയിലിൽ ചെന്ന് സംസാരിക്കുമ്പോഴും തല കുനിച്ച് നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ നമുക്കൊരു തരത്തിലും കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ ഞാൻ അഫ്വാനെ ന്യായീകരിച്ചുകൊണ്ടാണോ ഈ വീഡിയോ ഇടുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കും. ന്യായീകരിക്കുകയല്ല, കുറ്റബോധം തോന്നണമെങ്കിൽ ഈ അപ്പപ്പോൾ പാതകം ചെയ്വതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്ന് പറയില്ലേ, അപ്പോൾ ചെറിയൊരു പശ്ചാത്താപം കൊണ്ടൊന്നും തീരുന്നതല്ല അഫ്വാൻ്റെ മുന്നിലുള്ള വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ആ പ്രായശ്ചിത്തം. പക്ഷേ അവന് കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ, ചെയ്ത തെറ്റിൻ്റെ വലുപ്പം അവൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൂചനയാണ്.
പിന്നെ നമ്മൾ പറയില്ലേ, ഒരാൾ ചെയ്ത തെറ്റിന് ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ബുദ്ധിമുട്ടല്ല, ശിക്ഷയാണ് അനുഭവിക്കുന്നത്. അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ബന്ധുക്കളെല്ലാം ഈ ഒരു സംഭവത്തോടു കൂടി കൈയൊഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം അഫാനെ സംബന്ധിച്ച് ഈ വ്യക്തി ജയിലിൽ ചെന്ന് സന്ദർശിച്ച വ്യക്തി പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഈ പിതാവിൻ്റെ ജ്യേഷ്ഠനെയൊക്കെ വകവരുത്താനുണ്ടായ കാരണം എന്താണ്, അവരോടെന്താണ് ദേഷ്യം. അതായത് ഈ പഠനവും ഇടയ്ക്ക് വെച്ച് നിന്നു, ഒരുപാട് കടങ്ങളുമായി, കയ്യിൽ നിൽക്കാത്ത വിധം കടം, പിന്നെ ഒരു കാമുകിയുണ്ട്, അവളെ വിവാഹം കഴിക്കണമെന്ന രീതിയിൽ അവളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു നിർബന്ധം, അതിനിടയ്ക്ക് ഉമ്മയുടെ അസുഖം, ഇതെല്ലാം കൂടെ ഇവനെ വീർപ്പ് മുട്ടിച്ചു. 22 വയസ്സൊക്കെ അപ്പോൾ ആയിട്ടുള്ളൂ. എല്ലാം കൂടെ വന്നപ്പോൾ പിന്തുണയ്ക്ക് ആരുമില്ല എന്ന് കണ്ട് ഇവരുടെ അടുത്തൊക്കെ കടം ചോദിക്കാൻ പോയി. സഹികെട്ട് കടം ചോദിക്കാൻ ചെന്നതാണ്. അപ്പോൾ കിട്ടുന്നിടത്തൊക്കെ വെച്ച് മറ്റു ബന്ധുക്കളുടെ മുന്നിൽ വെച്ചും ഈ പലയിടത്ത് വെച്ച് കാണുമ്പോഴൊക്കെ പരിഹസിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഈ പിതാവിൻ്റെ ജ്യേഷ്ഠൻ. എന്തൊക്കെ ചെയ്താലും ഒരാളെ കൊല്ലുന്നതാണോ അതിൻ്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ അല്ല. അത് വലിയ തെറ്റ് തന്നെയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുടുംബം ഒന്നാകെയാണ്. കുടുംബം എന്ന് പറയാൻ പോലും ഇല്ല. ആ മാതാപിതാക്കൾ ചിതറയിലാണ് നിലവിൽ താമസം, ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നതെന്നാണ് അറിയുന്നത്. നാട്ടുകാരും മറ്റ് സന്മനസ്സുള്ള ആളുകളെല്ലാം കൂടി കൊടുത്ത പണം കൊണ്ട് അവരൊരു ചെറിയ കട, അതാണ് അവരുടെ ഉപജീവന മാർഗം. പക്ഷേ അഫാൻ്റെ മാതാവിന് നല്ല രീതിയിലുള്ള ചികിത്സ ആവശ്യമുണ്ട്. തലയ്ക്ക് നല്ല ഏറ്റ അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും അവർക്ക് മെൻ്റലി ഇടയ്ക്കിടയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതിൻ്റെ പരിശോധനകളും ചെക്കപ്പുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഞാൻ അഫാൻ്റെ പിതാവിനെ കോൺടാക്ട് ചെയ്തപ്പോൾ MRI സ്കാൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് അതിനുള്ള സാമ്പത്തികം പോലും എൻ്റെ കയ്യിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അവരെ നിങ്ങളാരും സാമ്പത്തികമായിട്ട് സഹായിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പോലുമല്ല. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ കാരണങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ട് പോലും ഒരംശം അവിടെ ഉള്ളതായിട്ട് ഒരു തോന്നൽ. ഇതിത്രയും ആ വ്യക്തിയിൽ നിന്ന് അറിഞ്ഞപ്പോൾ, അഫാൻ്റെ പിതാവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ വിവരങ്ങൾ എൻ്റെ കുടുംബവുമായി കൂടി പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു. സ്നേഹത്തുമ്പികൾ എന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് വെറും എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് കണ്ടിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ വരുമാന മാർഗമായിട്ടല്ല നിങ്ങളെ കാണുന്നത്, കുടുംബാംഗങ്ങളായിട്ട് തന്നെയാണ്. ആ ഒരു സ്നേഹം, പിന്തുണ, അതൊക്കെ നിങ്ങളുടെ ഓരോ കമൻറ്റിൽ നിന്നും വ്യൂസിൽ നിന്നും എനിക്ക് അറിയാം. ഇനിയും ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്, വലിയ തോതിൽ ചർച്ചയായ കേസുകൾ. അതിനൊക്കെ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്, അവരുടെയൊക്കെ ജീവിതം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാർത്ത കിട്ടുമ്പോൾ അവർ ഉണ്ടാക്കാവുന്ന പരമാവധി ഉണ്ടാക്കും, അതിനുശേഷം അതങ്ങ് വിട്ടു. പിന്നീട് എന്ത് എന്നുള്ളത് അവരുടെ വിഷയമല്ല. ഒന്ന് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നതേ പിടിച്ച് അവരങ്ങ് പോകുകയാണ്, അല്ലേ? ശബരിമലയിലെ സ്വർണത്തിൻ്റെ കാര്യം കഴിഞ്ഞു, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ്. ഇത് കഴിയുമ്പോൾ അവർക്ക് മറ്റൊന്ന്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ബാധിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. നമ്മൾ TV യിൽ നിന്നോ പത്രത്തിൽ നിന്നോ അറിയുന്നത് വെറും വാർത്തകളാണെങ്കിൽ അത് കുറേ പേരുടെ ജീവിതം കൂടിയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കാലം ഉണക്കാത്ത മുറിവുകളില്ല എന്ന് പറയുമെങ്കിലും ചില മുറിവുകൾക്ക് ഒരുപാട് കാലം ആവശ്യമാണ്. ഒന്ന് ഉണങ്ങാനല്ല, ചെറുതായിട്ട് ആ നോവിൻ്റെ ഒരംശം കുറയാനെങ്കിലും. അതെല്ലാം അറിയുമ്പോൾ തന്നെ എന്തോ എനിക്കിതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. എന്താണ് അഫാൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അതറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പങ്കുവയ്ക്കുക. പിന്നെ ഇത്തരം വാർത്തകളുടെ മിച്ചം അനുഭവിക്കുന്നവരെ തേടിയുള്ള യാത്ര, അതിൽ നിങ്ങളും തുടർന്ന് എൻ്റെ കൂടെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത്തരം വീഡിയോകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു.